ദേ പെറി പെറി പോപ്കോൺ. ഞാൻ വാവ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ പെറി പെറി പോപ്കോണിന് വേണ്ടിയ മസാലയും എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കും. എന്നിട്ട് ഈ പോപ്കോൺ അതിനങ്ങനെ മിക്സ് ചെയ്തെന്ന് കാണിക്കാം. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണണം. ടിപ്സ് അവിടെ ഇവിടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്, അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, പെറി പെറി പോപ്കോൺ നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ പിരി പിരി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി പോപ്കോൺ ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ടതായിട്ട് ഇത് ധനിയ ലീഫ് ഉണക്കിയതാണ്. ഇത് കറിവേപ്പില ഉണക്കിയതാണ്. ഇത് 2 വറ്റൽമുളക്. ഇത് മേത്തി ലീഫ് എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കിയത്. ഇത് ചെറിയ 2 പീസ് പട്ട. ഇത് കുരുമുളക്. ഇത് ഇഞ്ചി ഉണക്കിയത്. ഇത് 1 ഗ്രാമ്പു. അപ്പം ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് മിക്സിയിൽ പൊടിക്കാം. ഇതെല്ലാം നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ടിടാം. കൂടെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതെ, 1 പിഞ്ച് മഞ്ഞളിട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മളത് ഫൈനായിട്ട് പൊടിച്ചു. ഈ പെറി പെറി മസാല എന്തുവാ എന്നും പറഞ്ഞ് നമ്മൾ ഭയന്നിരിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇതാ അതിൻ്റെ ഐറ്റംസ് ഇതൊക്കെയാണ്. ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ച് ഉണ്ടാക്കിയാൽ മതി. വീഡിയോ ആദ്യമോട് അന്തം കാണണം. ഇനി ഇതേപോലെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, ശ്രദ്ധയോടുകൂടി കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തേക്കുന്നത്, അതിനകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് നോക്കണം. അതിനകത്ത് കാണാം. ആദ്യമായിട്ട് നമ്മൾ ഈ ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് ബട്ടർ വാങ്ങിച്ചാൽ അതിന് ഉപ്പിൻ്റെ ഇത് കാണാം. നമ്മൾ ഉപ്പൊന്നും ഇല്ലാതെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിൽ ഏത് പാത്രം എടുത്താലും അതിൻ്റെ ചെവിട് കട്ടിയുള്ള പാത്രം എടുക്കാവൂ. കുക്കറൊക്കെ നല്ലതാണ്. കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വാഷറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ഒരു മസാല പോപ്കോൺ ഉണ്ടാക്കിയത് ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണണേ. അത് വേറൊരു വെറൈറ്റി, ഇത് വേറൊരു വെറൈറ്റി. അപ്പോൾ ഈ ബട്ടറും ഉപ്പും കൂടെ ഒന്ന് ശരിക്ക് മെൽറ്റാക്കി നമുക്ക് എടുക്കാം. അതിനകത്ത് ബട്ടർ അത് ഉരുകി. ഇത് അതിനകത്ത് നമുക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കും. ഇത് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. ഈ പോപ്കോണിനോട് അതിലിട്ട് നമുക്ക് ഇളക്കാം. പോപ്കോൺ സീഡ് നമ്മൾ തീ നല്ല ഹൈ ഇട്ടേക്കണം. ചെറിയ തീ ഇടരുത്, നല്ല ഹൈ തീയിൽ തന്നെ വേണം ഇത് റെഡിയാക്കാൻ തുടങ്ങുമ്പോൾ. അടപ്പൊക്കെ എടുത്ത് അടുത്ത് വെച്ചേക്കണം. പൊട്ടി തുടങ്ങുമ്പോൾ എളുപ്പം നമുക്കത് അടച്ചു കൊടുക്കണം. പൊട്ടാൻ തുടങ്ങി നമുക്കിത് എളുപ്പം അടയ്ക്കാം. പൊട്ടുന്ന കണ്ടോ, നമുക്ക് കാണാം. കണ്ടോ, ഇവിടെ പൊട്ടുന്നുണ്ടോ? സൗണ്ട് തീരുമ്പോൾ ഗ്യാസ് എളുപ്പം അങ്ങ് ഓഫാക്കണം. സൗണ്ട് തീർന്ന് നമുക്ക് തുറക്കാം. നമ്മുടെ പോപ്കോൺ റെഡിയായി. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് ആദ്യം മാറ്റാം. നമുക്ക് ഈ തവയ്ക്കകത്തോട്ട് നെയ്യിട്ട് കൊടുക്കാം. അതൊന്ന് ഉരുകട്ടെ. നമ്മൾ ഈ വീഡിയോയിൽ കൂടി 2 കാര്യം ഉണ്ടാക്കാൻ പഠിച്ചു. ഏതാ? പിരി പിരി മസാല പൗഡർ ഉണ്ടാക്കുന്നതും പിരി പിരി മസാല പോപ്കോൺ ഉണ്ടാക്കുന്നതും. വീഡിയോ ഇനിയും നിങ്ങൾ കാണണം. ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നോക്കി കാണണം. ഒരു സ്പൈസി ആയിട്ടുള്ള മസാല പോപ്കോൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെൻ്റെ ഷോർട്സ് വീഡിയോ എടുത്ത് നോക്കണം, അത് കാണാം. നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ പോപ്കോൺ സീഡ് വാങ്ങിച്ച് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. ഇനി അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പെരി പെരി മസാല ഇട്ട് കൊടുക്കണം. ഇനി ചെറിയ തീ മതി കേട്ടോ, തീ കൂട്ടരുത്. ഇതായിട്ട് ഇളക്കാം. നമ്മൾ നമ്മൾ തന്നെ പൊടി ഉണ്ടാക്കി എടുക്കുക അല്ലേ. ഇത് ആ മസാലയായിട്ട് അതൊന്ന്
മൂക്കണം, ചെറുതായിട്ടൊന്ന് മൂക്കണം. ചെറിയ തീയെ ഇടാവേ, ഇത് പൊടിയായതുകൊണ്ട്. എല്ലാവരും ചോദിക്കും ആദ്യം ആ പോപ്കോൺ വറുത്തപ്പോൾ തന്നെ ഈ പൊടിയും ഇട്ട് ഉണ്ടാക്കിക്കൂടെ? പറ്റത്തില്ല. ഉണ്ടാക്കി പോയാൽ ഈ പൊടി അങ്ങ് കരിഞ്ഞു പോകും ആ പോപ്കോൺ മൂത്ത് വരുമ്പോഴത്തേക്ക്. ഏറ്റവും നല്ലത് ആദ്യം പോപ്കോൺ വറക്കുക, അത് കഴിഞ്ഞ് ഇങ്ങനെ മസാല റെഡിയാക്കി പോപ്കോൺ ഇട്ട് ഇളക്കിയെടുക്കുക. ഓക്കെ, ഇത്രയും മൂത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പോപ്കോൺ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. കുറേശ്ശായിട്ട് നമുക്കതിട്ട് ഇളക്കിയെടുക്കണം. നമുക്കതെല്ലാം കൂടെ വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്താ പെരി പെരി മസാല പോപ്കോൺ റെഡിയായി വരുന്നു. ഇതിന് നല്ല മധുരം ഇട്ടുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കാമേ. നല്ല പിച്ചുണ്ട്, മധുരം ഇട്ടുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്. ആ മസാലയുടെ എല്ലാം നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഇതേപോലെ മസാല ഉണ്ടാക്കി തന്നെ ഒരു പെരി പെരി പോപ്കോൺ ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ ടേസ്റ്റാണ് സ്പൈസി മസാല പോപ്കോൺ. അത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് കാണണേ. ഇനി ഇതേപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമോടൊക്കെ കാണുക. ടേസ്റ്റി ആയിട്ടുള്ളതല്ലേ, ഒന്ന് കണ്ടു നോക്കി. കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതി വരുന്നില്ല. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.